Hello everyone, welcome back to Aptics Academy. So in this video we are going to deal a subject known as values and peace education. നമ്മൾ ഓൾറെഡി ഇതിന്റെ യൂണിറ്റ് 1ന്റെ പാർട്ട് 1 and 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു വീഡിയോയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ സോഫാർ കവർ ചെയ്തിട്ടുള്ളത് മീനിങ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ മുതൽ ഡയമെൻഷൻസ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ വരെയാണ്. 10ഓളം കോണ്ടന്റുകൾ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് rest of the topics are values of development, periods of development, Kohlberg's theory of moral development, socio-cultural traditions, religion and constitution, value education in school curriculum. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. വാല്യൂസ് ഓഫ് ഡെവലപ്മെന്റ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള വാല്യൂ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. Usually, development of values among students does not depend only on explicit value education efforts, but on the maturity, training, and experience of teachers with whom they interact. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, സ്കൂളിൽ നിന്ന്, അതായത് ടെക്സ്റ്റ് ബുക്സിൽ നിന്ന് മാത്രമല്ല, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ എഡ്യൂക്കേഷൻ മാത്രമല്ല, പക്ഷേ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ്, ഈ ടീച്ചേഴ്സിന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടീച്ചേഴ്സിന്റെ മെച്യൂരിറ്റി, ട്രെയിനിങ്, എക്സ്പീരിയൻസ്, അവർ ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള എല്ലാ കൈൻഡ് ഓഫ് കാര്യങ്ങളും ഈ കുട്ടികൾ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കും. Research shows that even when schools are restructured in a big way, students often remain indifferent to new structures and practices. അപ്പൊ റിസർച്ച് തന്നെ കാണിക്കുന്നുണ്ട്, സ്കൂളുകളെല്ലാം റീസ്ട്രക്ചർ ചെയ്യുന്ന, വലിയ രീതിയിൽ തന്നെ റീസ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസ് എന്ത് ചെയ്യാണ്, അതുമായിട്ട് പൊരുത്തപ്പെടാത്ത രീതിയിൽ, ആ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ടീച്ചേഴ്സ് ഹൂ പ്രൊവൈഡ് പ്രോപ്പർ ലിസണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ട്രൈ ടു സീ ദ പെർസ്പെക്റ്റീവ്സ് ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം ആർ ദ ടീച്ചേഴ്സ് ഹു കെൻ മേക്ക് എ റിയൽ ഡിഫറൻസ്. അപ്പോൾ ടീച്ചേഴ്സ് ഒരു നല്ല ലിസണിങ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ടീച്ചേഴ്സ് എന്താണ്, അവർക്ക് സംസാരിക്കാനും അവരെ കേൾക്കാനും കുട്ടികളെയൊക്കെ കേൾക്കാൻ ആളുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു മാറ്റം വരും. സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം, അത് ടീച്ചേഴ്സ് ഹു ക്യാൻ മേക്ക് റിയൽ ഡിഫറൻസ്. അങ്ങനെയുള്ള ടീച്ചേഴ്സിനാണ് റിയൽ ഡിഫറൻസ് വരുത്താൻ വേണ്ടിയിട്ട് കഴിയുന്നത്. ബട്ട് ഓൾ ദ ടീച്ചേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ക്ലിയർലി ഡു നോട്ട് പൊസസ് ദീസ് ക്വാളിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഡു നോട്ട് എക്സ്പ്രസ് ഇൻ ദിയർ ഇന്ററാക്ഷൻ വിത്ത് സ്റ്റുഡൻസ്. പക്ഷേ കൂടുതൽ നമ്മൾ കാണുന്നത് ടീച്ചേഴ്സിനും അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ഒന്നും കുട്ടികളുടെ കാര്യത്തിന് അധികം അങ്ങോട്ട് എന്താ പറയാ എഫേർട്ട് ഇട്ട് ആ ഒരു രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ടീച്ചേഴ്സ് നീഡ് ടു ബി എക്വിപ്ഡ് വിത്ത് ഹ്യൂമെയിൻ ക്വാളിറ്റീസ് എസെൻഷ്യൽ ഫോർ പ്രൊമോട്ടിംഗ് വാല്യൂസ് ഇൻ സ്കൂൾസ്. അപ്പൊ ഈ സ്കൂളിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് പുറമെ എക്സ്ട്രാ ആയിട്ടുള്ള വാല്യൂസ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് ഒരു ഹ്യൂമെയിൻ ക്വാളിറ്റി അവരിൽ തന്നെ വേണം. അതുകൊണ്ട് തന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, നമ്മളുടെ കോളേജ് പോലെ B.Ed കോളേജുകളിലുള്ള എന്താണ് അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ആ ടീച്ചേഴ്സ് ആദ്യം വാല്യൂസ് അക്വയർ ചെയ്താൽ മാത്രമേ കുട്ടികളിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതിലുള്ള കുറച്ച് പോയിന്റ്സും കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് ടീച്ചേഴ്സിന് ഇത്തരത്തിൽ മാറാൻ വേണ്ടിയിട്ട് പറ്റാതെ. ബി നോളജബിൾ അബൌട്ട് ദിയർ കമ്മിറ്റ്മെന്റ് ടു ദ പ്രൊഫഷൻ ആൻഡ് ദ എത്തിക്കൽ റോൾ ഓഫ് കണ്ടക്ട്. അവർ ചെയ്യുന്ന പ്രൊഫഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, ആ രീതിയിൽ പെരുമാറുക, അവരൊരു എന്താണ് അപ്രീഷിയേറ്റിംഗ് അവർ കോമ്പോസിറ്റ് കൾച്ചർ ആൻഡ് നാഷണൽ ഐഡന്റിറ്റി. അതുപോലെ മനസ്സിലാക്കുക ദാറ്റ് ദേ ബിലോങ് ടു എ പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി ഷോൾഡറിംഗ് ദ സീരിയസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബിൽഡിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ദ നേഷൻ ആൻഡ് ദ വേൾഡ്. ഒരു നേഷൻ പടുത്തുയർത്തുക എന്നുള്ളതിന്റെ ഏറ്റവും ആദ്യ പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് കൊടുക്കുന്ന എഡ്യൂക്കേഷനാണ്, ടീച്ചേഴ്സിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ നല്ലൊരു നേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കണം ടീച്ചേഴ്സും കൊടുക്കുന്നത്. ഇനി വാല്യൂ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റിന്റെ ഒരു സിനാറിയോ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫിഗർ നല്ല രീതിയിൽ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. മുതലിയാർ കമ്മീഷൻ 1952-53, കൊത്താരി കമ്മീഷൻ 1964-1966, NPE 1986, SB ചവാൻ കമ്മിറ്റി റിപ്പോർട്ട് 1999, NCFC NCERT 2005. അപ്പോൾ ഓരോ എന്താണ് കമ്മീഷൻ വന്നപ്പോഴും ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന അവർ എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് തൊട്ടടുത്ത് കാണിക്കുന്നത്. ട്രെയിനിങ് ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി, റിയലൈസേഷൻ ഓഫ് ഫുൾ പൊട്ടൻഷ്യാലിറ്റീസ്, അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതിനൊക്കെ പുറമെ കുട്ടികൾക്ക് കിട്ടുന്ന മറ്റു കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കുട്ടികൾ വളർത്തിയെടുക്കേണ്ട മറ്റു സംഭവങ്ങളാണ്. തിങ്ക് പോസിറ്റീവ്, ബി കമ്പാഷനേറ്റ് ആൻഡ് ഡു നോട്ട് ഹാം അറ്റംപ്റ്റ്സ്, ഡിസ്കവർ ഇന്നർ പീസ്, ലേണിംഗ് ടു ലിവ് ടുഗെദർ, റെസ്പെക്ട് ഹ്യൂമൻ ഡിഗ്നിറ്റി, ബി യുവർ ട്രൂ സെൽഫ് ബിൽസ്. ഇതൊന്നും സ്കൂളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളല്ല, പകരം നമ്മുടെ സൊസൈറ്റിയിൽ നിന്നായാലും പേരൻസിൽ നിന്നായാലും ടീച്ചേഴ്സിൽ നിന്നായാലും ഒരു കൈൻഡ് ഓഫ് എക്സ്റ്റേണൽ ആയിട്ട് കുട്ടികൾക്ക് കിട്ടുന്ന കുറച്ച് വാല്യൂസ് ആണ് ഈ കാര്യങ്ങളൊക്കെ. അതൊന്ന് മനസ്സിൽ വെക്കുക. പ്രെയർ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നതാണ്.
അടുത്തതാണ് പീരിയഡ്സ് ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ളത്. 3 കാര്യങ്ങളായിട്ടാണ് ഇത് പറയുന്നത്. Development specifies maturation of functions that is related to the maturation and myelination of the nervous system and indicates acquisition of a variety of skills for optional functioning of the individual. അപ്പോൾ എന്താ പറയാ, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെച്യൂറേഷൻ ഓഫ് ഫങ്ഷൻസിനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് അതിൽ മെച്യൂറേഷനും നെർവസ് സിസ്റ്റത്തിന്റെ വളർച്ചയും ഇതെല്ലാം ഒരുപാട് സ്കില്ലുകളിനെ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ എന്താണ് നേടാനും ഒക്കെ സാധിക്കുന്ന തരത്തിലാണ്. 3 പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കുക. ഇറ്റ് ഇംപ്ലൈസ് ഓവറോൾ ചേഞ്ചസ് ഇൻ ഷേപ്പ്, ഫോം ഓർ സ്ട്രക്ചർ റിസൾട്ടിംഗ് ഇൻ ഇംപ്രൂവ്ഡ് വർക്കിംഗ് ഓർ ഫങ്ഷനിങ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ചേഞ്ച് ഈസ് ദ ക്വാളിറ്റി ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ഗ്രോത്ത്, മെച്യൂറേഷൻ ആൻഡ് ലേണിംഗ്. ഗ്രോത്തിന്റെയും മെച്യൂറേഷന്റെയും ലേണിംഗിന്റെയും ഒരു റിസൾട്ട് ആണെന്നാണ് പറയണത്. ഇനി 4 പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തിന്റെ പോയിന്റ്സ് ആണ്? സം ഓഫ് ദ മേജർ ഡിറക്ഷൻസ് ഓഫ് ഡെവലപ്മെന്റ് എന്തൊക്കെയാണ്? കണ്ടിന്യൂറ്റി, സീക്വൻഷ്യാലിറ്റി, ജനറാലിറ്റി ടു സ്പെസിഫിസിറ്റി, ഡിഫറൻഷ്യാലിറ്റി. ആ സീക്വൻഷ്യാലിറ്റിയിൽ 2 പോയിന്റ്സ് വരുന്നുണ്ട്. ഫ്രം ഹെഡ് ടു ഫുട്ട്, ഫ്രം സെൻട്രൽ ആക്സസ് ടു ദ എക്സ്ട്രിമിറ്റീസ് ഓഫ് ദി ബോഡി. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇൻ ഡീറ്റെയിൽ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ്സേ എഴുതുന്ന സമയത്ത് അത് യൂസ്ഫുൾ ആകും. സോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തതാണ് ഡെവലപ്മെന്റൽ സ്റ്റേജസ്. ഇവിടെ പറയുന്നത് എന്താണ്? ഹ്യൂമൻ ഇൻഡിവിജ്വൽ ഇസ് എ ഡെവലപ്പിംഗ് ഓർഗാനിസം ആൻഡ് പ്രോഗ്രസീവ് സീക്വൻഷ്യൽ പാർട്ട് ചേഞ്ചസ് ടേക്ക് പ്ലേസ് ഇൻ ഓർഡർലി പാറ്റേൺ ഫ്രം കൺസെപ്ഷൻ ടിൽ ഡെത്ത്. ദീസ് സ്റ്റേജസ് ആർ നോൺ ആസ് ഡെവലപ്മെന്റ് സ്റ്റേജസ്. നമുക്കറിയാം ഡെവലപ്മെന്റൽ സ്റ്റേജ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സ്റ്റേജസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈച്ച് ആൻഡ് എവറി ഓർഗാനിസം എടുത്തു കഴിഞ്ഞാലും അവർ ഓരോ രീതിയിലും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഡെത്ത് വരെ. ആ ഒരു എന്താണ്, ആ ഒരു വളർച്ചയ്ക്കാണ്, ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് സ്റ്റേജസ് എന്ന് പറയുന്നത്. John E. Anderson speaks about human development as expansion of life space involving the following 5 interrelated aspects. ആ 5 interrelated aspects ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. Development in synthetic understanding of the sensations. എന്താണ്? ഡെവലപ്മെന്റ് ഇൻ സിന്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സെൻസേഷൻസിന്റെ സിന്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഡെവലപ്മെന്റ്, അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഡെവലപ്മെന്റ് ഇൻ നേച്ചർ ആൻഡ് ടൈപ്സ് ഓഫ് ബിഹേവിയർ, ബിഹേവിയറിന്റെ നേച്ചറും ടൈപ്സും. ഡെവലപ്മെന്റ് ഡ്യൂ ടു ബിഹേവിയർ റേസിംഗ് ടു ഹയർ ആൻഡ് മോർ കോംപ്ലക്സ് ലെവൽ, ബിഹേവിയറിന്റെ വളർച്ചയും അതോടൊപ്പം തന്നെ അത് മോർ കോംപ്ലക്സ് ലെവലിലേക്ക് പോകുന്ന അതിന്റെ ഒരു മാറ്റവും. ഡെവലപ്മെന്റ് ഡ്യൂ ടു പ്ലാനിംഗ് ഫോർ ദ ഫ്യൂച്ചർ ബെയറിംഗ് ഇൻ മൈൻഡ് ദ പാസ്റ്റ് എക്സ്പീരിയൻസസ്. എന്താണ്? ഡെവലപ്മെന്റ് ഡ്യൂ ടു പ്ലാനിങ് ഫോർ ദ ഫ്യൂച്ചർ, ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങും ബെയറിംഗ് ഇൻ ദ മൈൻഡ്. അത് എവിടെയാണ്? മൈൻഡിൽ നമ്മൾ കൊണ്ടുപോകുന്ന, ഓവർ തിങ്കിങ് ഒന്നും ഇതിന് പറയാൻ പറ്റില്ല, നമ്മുടെ മൈൻഡിൽ തന്നെ ഒരു പ്ലാനിങ് കൊണ്ട് നടക്കുന്നുണ്ട്, അതിനെയാണ് പറയുന്നത്. ഡെവലപ്മെന്റ് ഇത് ഡിഗ്രി ഓഫ് സെൽഫ് കൺട്രോൾ ഇൻ ബിഹേവിയർ. അതേപോലെ തന്നെ നമ്മുടെ ബിഹേവിയറിന്റെ ഒരു സെൽഫ് കൺട്രോളിന്റെ ഡിഗ്രി, അളവ്, ആ ഒരു സ്റ്റേജും ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ 5ഓളം കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഈ തിയറീസ് ഓഫ് ഡെവലപ്മെന്റ് നോക്കിക്കേ. ഡെവലപ്മെന്റ് ഇസ് എ സീരീസ് ഓഫ് ഏജ് റിലേറ്റഡ് ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ഓവർ ദ കോഴ്സ് ഓഫ് എ ലൈഫ് സ്പാൻ. നമുക്കറിയാം ഒരുപാട് ഏജ് റിലേറ്റഡ് ചേഞ്ചസ് നമുക്ക് നമ്മുടെ ലൈഫ് സ്പാനിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെയാണ് ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഒരുപാട് സൈക്കോളജിസ്റ്റ് ഇൻക്ലൂഡിംഗ് സിഗ്മണ്ട് ഫ്രോയിഡ്, എറിക് എറിസൺ, ജീൻ പിയാഷെ ആൻഡ് ലോറൻസ് ഗോൾബർഗ് ഡിസ്ക്രൈബ് ഡെവലപ്മെന്റ് ആസ് എ സീരീസ് ഓഫ് സ്റ്റേജസ്. അപ്പൊ ഇവരൊക്കെ ഡെവലപ്മെന്റിനെ ഒരു സീരീസ് ഓഫ് സ്റ്റേജസ് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. സ്റ്റേജ് ഇസ് എ പീരിയഡ് ഇൻ ഡെവലപ്മെന്റ് ഇൻ വിച്ച് പീപ്പിൾ എക്സിബിറ്റ് ടിപ്പിക്കൽ ബിഹേവിയർ പാറ്റേൺസ് ആൻഡ് എസ്റ്റാബ്ലിഷസ് പെർട്ടിക്കുലർ കപ്പാസിറ്റീസ്. ദ വേരിയസ് സ്റ്റേജ് തിയറീസ് ഷെയർ 3 assumptions. അപ്പോൾ ഇത് 3 assumptions ആണ് കാണിക്കുന്നത്. 3 assumptions ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പീപ്പിൾ പാസ് ത്രൂ സ്റ്റേജസ് ഇൻ എ സ്പെസിഫിക് ഓർഡർ വിച്ച് ഈച്ച് സ്റ്റേജ് ബിൽഡിംഗ് ഓൺ കപ്പാസിറ്റീസ് ഡെവലപ്ഡ് ഇൻ ദ പ്രീവിയസ് സ്റ്റേജ്. മുൻപ് ഒരാളുടെ ലൈഫിൽ ആളുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് തൊട്ട് മുമ്പത്തെ പ്രീവിയസ് സ്റ്റേജിൽ ഉണ്ടായിരുന്ന കപ്പാസിറ്റീസിനെ അടുത്ത സ്റ്റേജിലാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. സ്റ്റേജസ് ആർ റിലേറ്റഡ് ടു ഏജ്. നമ്മുടെ ഏജുമായിട്ടാണ് സ്റ്റേജസിന് റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഡെവലപ്മെന്റ് ഇസ് ഡിസ്കണ്ടിന്യൂസ് വിത്ത് ക്വാളിറ്റേറ്റീവ്ലി ഡിഫറെന്റ് കപ്പാസിറ്റീസ് എമർജിംഗ് ഇൻ ഈച്ച് സ്റ്റേജസ്. അതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റ് ഇസ് ഡിസ്കണ്ടിന്യൂസ് വിത്ത് ക്വാളിറ്റേറ്റീവ്ലി ഡിഫറെന്റ് കപ്പാസിറ്റീസ്. അപ്പോൾ ഒരു സ്റ്റേജിലുള്ള ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് കണ്ടിന്യൂസ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഓരോരോ ഇതിൽ എന്താണ് അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഓരോ സ്റ്റേജിനനുസരിച്ചും ആ ഒരു ഡെവലപ്മെന്റിന്റെ ക്വാളിറ്റിയും അതുപോലെ കപ്പാസിറ്റിയും ഡിഫറെന്റ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്.
അടുത്തതാണ് കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിയാണ് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് എന്താണ്? കോൾബർഗ്സ് തിയറി പ്രൊപ്പോസസ് ദാറ്റ് there are 3 ലെവൽസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ്. 3 ലെവൽസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് ആണുള്ളത്. ഓരോ ലെവലിനെയും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ടായിട്ട് ഓരോ ലെവൽസിനെയും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. കോൾബർഗ് സജസ്റ്റ് ചെയ്തതാണ് പീപ്പിൾ മൂവ് ത്രൂ ദീസ് സ്റ്റേജസ് ഇൻ എ ഫിക്സ്ഡ് ഓർഡർ. ഫിക്സ്ഡ് ഓർഡറിലാണ് ആളുകൾ ഈ ഒരു എന്താണ് സ്റ്റേജസിലൂടെ നീങ്ങുന്നത്. ദാറ്റ് മോറൽ അണ്ടർസ്റ്റാൻഡിങ് ഇസ് ലിങ്ക് ടു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. നമ്മുടെ മോറൽ അണ്ടർസ്റ്റാൻഡിങ് എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? നമ്മുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റും ഉണ്ട്, ലോജിക്കൽ ആയുള്ള ഡെവലപ്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. The 3 levels of moral reasoning include pre-conventional, conventional and post-conventional. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാം നോക്കിക്കേ. ഈ ഒരു ഫിഗറിനകത്ത് മോറൽ റീസണിങ് അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നു. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, കൺവെൻഷണൽ മൊറാലിറ്റി, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. ഈ ഡയഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ഫിഗർ ഇങ്ങനെ തന്നെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ രീതി തന്നെ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മോറൽ റീസണിങ്ങിനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, കൺവെൻഷണൽ മൊറാലിറ്റി, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. ഓരോന്നും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്തൊക്കെയായിട്ടാണ്? ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ് ഓറിയന്റേഷൻ, ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച്. രണ്ടാമത്തേത് കൺവെൻഷണൽ മൊറാലിറ്റി, ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, മെയിൻറ്റെയിനിങ് ദ സോഷ്യൽ ഓർഡർ. പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി, സോഷ്യൽ കോൺട്രാക്ട് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്, യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് എന്നിവയൊക്കെയാണ്. അപ്പൊ 3 ഡിവൈഡ് ചെയ്തത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഓരോ ലെവലിനെയും ഒന്ന് എന്താണ് സ്ക്രൂട്ടിനൈ അല്ലെങ്കിൽ ഒരു സൂം ചെയ്തിട്ട് നമുക്കൊന്ന് പഠിക്കാം. ലെവൽ 1 ആണ് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് എന്നറിയപ്പെടുന്നത്. ആൻഡ് ലാസ്റ്റ് ചെയ്യുന്നത് ഒരു 9 വയസ്സ് വരെയൊക്കെയാണ് ഇത് ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് ആണ്. 9 വയസ്സ് വരെയാണ് അത് റിമെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഏകദേശം 9 വയസ്സോളമാണ് അത് ലാസ്റ്റ് ചെയ്യുന്നത്. അറ്റ് ദ പ്രീ കൺവെൻഷണൽ ലെവൽ ചിൽഡ്രൻ ഡോണ്ട് ഹാവ് എ പേഴ്സണൽ കോഡ് ഓഫ് മൊറാലിറ്റി. പ്രീ കൺവെൻഷണൽ ടൈമിൽ കുട്ടികൾക്ക് ഒരു പ്രത്യേക കോഡ് ഓഫ് മൊറാലിറ്റി ഒന്നും ഇല്ല. ആൻഡ് ഇൻസ്റ്റെഡ് മോറൽ ഡിസിഷൻസ് ആർ ഷേപ്ഡ് ബൈ ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് അഡൽട്സ് ആൻഡ് ദ കോൺസിക്വൻസസ് ഓഫ് ദ ഫോളോയിങ് ഓർ ബ്രേക്കിംഗ് ദിയർ റൂൾസ്. ഇത് എവിടെ നിന്നാണ് അവർക്ക് ഈ ഒരു ടൈമിലുള്ള മോറൽ കോഡുകളും കാര്യങ്ങളും പേഴ്സണൽ കോഡുകളൊക്കെ അവർ മനസ്സിലാക്കുന്നത്? അവരുടെ എൽഡേർലി ആയിട്ടുള്ള അല്ലെങ്കിൽ അഡൽട്സിൽ നിന്നാണ് അവർ ഇത് കണ്ടുപഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് എൻ ആക്ഷൻ ലീഡ്സ് ടു പണിഷ്മെന്റ് ഇസ് മസ്റ്റ് ബി ബാഡ് ആൻഡ് ഇഫ് ഇറ്റ് ലീഡ്സ് ടു എ റിവാർഡ് ഇസ് മസ്റ്റ് ബി ഗുഡ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്തിട്ട് അവർക്ക് ഒരു പണിഷ്മെന്റ് കിട്ടുന്നുണ്ട് എങ്കിൽ ആ ഒരു കാര്യം ബാഡ് ആയിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും അത് ഗുഡാണ്. സോ ഈ ഒരു രീതിയിലാണ് കുട്ടികൾ മനസ്സിലാക്കി വെക്കുന്നത്. അപ്പൊ ഇതിൽ 2 സ്റ്റേജുകളാണ്. ലെവൽ 1 2 സ്റ്റേജുകളാണ് വരുന്നത്. ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ് ഓറിയന്റേഷൻ, ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച്. എന്താണ് ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ് ഓറിയന്റേഷൻ? The child or individual is good in order to avoid being punished. If a person is punished, they must have done wrong. കുട്ടികൾ മാക്സിമം പണിഷ്മെന്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അവർക്കറിയാം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർ എന്താണ് ശിക്ഷിക്കപ്പെടുന്നത്. ഓക്കെ, ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ചിൽ നോക്കിക്കേ. അറ്റ് ദിസ് സ്റ്റേജ് ചിൽഡ്രൻ റെക്കഗ്നൈസ് ദാറ്റ് there is not just one right view that is handed down by the authorities. Different individuals have different viewpoints. അപ്പൊ ഈ ഒരു സ്റ്റേജിലാണ് അവർ മനസ്സിലാക്കുന്നത്, അതായത് ഒരു ശരി മാത്രമല്ല ഉള്ളത്, ഒരുപാട് ശരികളുണ്ട്. ഡിഫറെന്റ് ആളുകൾക്ക് ഡിഫറെന്റ് വ്യൂ പോയിന്റ് ആയിരിക്കും. അപ്പൊ താൻ മാത്രമാണ് ശരി എന്നുള്ള ചിന്താഗതി അവിടെയാണ് മാറുന്നത്. രണ്ടാമത്തേതാണ് കൺവെൻഷണൽ മൊറാലിറ്റി. ഇവിടെ പറയുന്നത് എന്താണ്? ഇത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് ആണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ക്യാരക്ടറൈസ്ഡ് ബൈ ആൻ ആക്സെപ്റ്റൻസ് ഓഫ് സോഷ്യൽ റൂൾസ് കൺസേണിങ് റൈറ്റ് ആൻഡ് റോങ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ആ പേഴ്സണൽ കോഡിലേക്ക് സോഷ്യൽ റൂളിനെ കൊണ്ടുവരുന്നത്. അപ്പൊ റൈറ്റ് ആൻഡ് റോങ് എന്താണെന്നുള്ള ഒരു ഡിഫറൻസിയേഷൻ ഇവിടെയാണ് മനസ്സിലാക്കുന്നത്. അറ്റ് ദ കൺവെൻഷണൽ ലെവൽ വി ബിഗിൻ ടു ഇന്റേണലൈസ് ദ മോറൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് വാല്യൂഡ് അഡൽട്സ് റോൾ മോഡൽസ്. അപ്പൊ നമുക്ക് കുറച്ച് റോൾ മോഡൽസ് ഉണ്ടാവും. നമ്മുടെ പാരന്റ്സ് ആകാം, ടീച്ചേഴ്സ് ആകാം, അങ്ങനെയുള്ള ആളുകളെ അടുത്തുനിന്ന് നമ്മൾ ഇന്റേണലൈസ് ചെയ്യുന്ന കുറച്ച് ക്വാളിറ്റീസ് ആണ് ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത്. Authority is internalized but not questioned, and reasoning is based on the norms of the group to which the person belongs. അപ്പൊ അതോറിറ്റി പറയുന്ന കാര്യങ്ങൾ ഇന്റേണലൈസ് ചെയ്യും. അവിടെ അവർ ക്വസ്റ്റ്യൻ ചെയ്യില്ല, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്നുള്ള ക്വസ്റ്റ്യനിങ് ഒന്നും ഉണ്ടാവില്ല. A social system that stresses the responsibility of relationship as well as social order is seen as desirable and must therefore influence our view of what is right and wrong.
സോഷ്യൽ സിസ്റ്റം എന്താണ് ഓരോരുത്തർക്കും കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റീസും അവരുമായിട്ടുള്ള സോഷ്യൽ ഓർഡറുമായിട്ടുള്ള ആ ഒരു അവരുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളും എല്ലാം കാണുന്ന സമയത്ത് അവർക്ക് എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ലെവൽ 2-ലുള്ള 2 സ്റ്റേജുകളാണ് ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും മെയിൻറ്റെയിനിങ് ദ സോഷ്യൽ ഓർഡറും. എന്താണ് ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ പറയുന്നത്? ദ ചൈൽഡ് ഓർ ഇൻഡിവിജ്വൽ ഇസ് ഗുഡ് ഇൻ ഓർഡർ ടു ബി സീൻ ആസ് ബീങ് എ ഗുഡ് പേഴ്സൺ ബൈ അതേഴ്സ്. ഈ ഒരു സ്റ്റേജിലാണ് കുട്ടികൾ എപ്പോഴും വിചാരിക്കുന്നത് മറ്റുള്ള ആളുകൾ എന്നെ നല്ല രീതിയിൽ കാണണം, എന്നെ നല്ല പോലെ അവര് എന്താണ് നല്ലതായിട്ട് ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഈ സമയത്താണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. ദെയർഫോർ ആൻസേഴ്സ് റിലേറ്റ് ടു അപ്രൂവൽ ഓഫ് അതേഴ്സ്. അതുകൊണ്ട് തന്നെ മറ്റൊരാളെ തൃപ്തിപ്പെടുത്താനുള്ള തരത്തിലുള്ള ആൻസേഴ്സ് ആയിരിക്കും കുട്ടികൾ പറയുന്നത്. മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല. കാരണം അത് അവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന സമയത്ത് അവരുടെ ഒരു റെക്കഗ്നീഷൻ കിട്ടുമെന്നുള്ള ആ ഒരു കൈൻഡ് ഓഫ് തോട്ട് വരുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഇനി മെയിൻറ്റെയിനിങ് ദ സോഷ്യൽ ഓർഡറിൽ പറയുന്നത് ദ ചൈൽഡ് ഓർ ഇൻഡിവിജ്വൽ ബിക്കംസ് അവെയർ ഓഫ് ദ വൈഡർ റൂൾസ് ഓഫ് സൊസൈറ്റി. സോ ജഡ്ജ്മെന്റ്സ് കൺസേൺ ഒബേയിങ് ദ റൂൾസ് ഇൻ ഓർഡർ ടു അപ്ഹോൾഡ് ദ ലോ ആൻഡ് ടു അവോയ്ഡ് ഗിൽറ്റ്. അപ്പോൾ കുട്ടികളും അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആ സമയത്ത് മനസ്സിലാകും സൊസൈറ്റിക്ക് ഒരുപാട് റോളുകൾ ഉണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യാം, കുറെ കാര്യങ്ങൾ ചെയ്യരുത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ആ റൂൾസിനെ ഒബേ ചെയ്യുകയും, എന്തിനാണ് ഈ ഒബേ ചെയ്യുന്നത്? ആ ഒരു ഗിൽറ്റ് ഇല്ലാണ്ടിരിക്കാനും അല്ലെങ്കിൽ മറ്റുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരാളിൽ നിന്ന് റെക്കഗ്നീഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അവര് ആ ഒരു കാര്യത്തിനെ ഇന്റേണലൈസ് ചെയ്യും. ഇതാണ് കൺവെൻഷണൽ മൊറാലിറ്റിയിൽ പറയുന്നത്. അടുത്തതാണ് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി എന്നുള്ളത്. ഇതാണ് തേർഡ് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെന്റ്. ഇവിടെ എന്താണ് ക്യാരക്ടറൈസ് ചെയ്യുന്നത്? അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. ഇതാണ് നമ്മുടെ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റിയിൽ സംഭവിക്കുന്നത്. ദീസ് ആർ ആബ്സ്ട്രാക്ട് ആൻഡ് ഇൽ ഡിഫൈൻഡ് ബട്ട് മൈറ്റ് ഇൻക്ലൂഡ് ദ പ്രിസർവേഷൻ ഓഫ് ലൈഫ് അറ്റ് ഓൾ കോസ്റ്റ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി. ഇൻഡിവിജ്വൽ ജഡ്ജ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ സെൽഫ് ചോസൺ പ്രിൻസിപ്പിൾ. അപ്പൊ ഇവിടെ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള പ്രിൻസിപ്പിൾസിന്റെ മേലിലാണ്. ഇതുവരെ അഡൽട്സിന്റെ ഇതൊക്കെ കണ്ടിട്ടുള്ള ഒരു രീതിയായിരുന്നു. എന്നാൽ ഇവിടെ സ്വന്തം സെൽഫ് ചോസൺ പ്രിൻസിപ്പിൾ ആയിരിക്കും. ആൻഡ് മോറൽ റീസണിംഗ് ഈസ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് ജസ്റ്റിസ്. അക്കോർഡിംഗ് ടു കോൾബർഗ്, ദിസ് ലെവൽ ഓഫ് മോറൽ റീസണിംഗ് ഈസ് ആസ് ഫാർ ആസ് ദ മോസ്റ്റ് പീപ്പിൾ ഗെറ്റ്. അപ്പോൾ കോൾബർഗിന്റെ അഭിപ്രായത്തിൽ ഈ ലെവൽ ഓഫ് മോറൽ റീസണിംഗ് ആണ് കൂടുതൽ ആളുകൾക്കും കിട്ടുന്നത്. Only 10 to 15% are capable of the kind of abstract thinking necessary for stage 5 or 6. That is to say, most people take their moral views from those around them, and only a minority thinks through ethical principles for themselves. അതാ പറയുന്നത് കൂടുതൽ പേരും ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് എന്താണ്, ഓഫ് കോഴ്സ് ബാക്കിയുള്ള ആളുകൾ എന്ത് പറയുന്നു അവരുടെ അഭിപ്രായങ്ങൾക്ക് ചുറ്റിപ്പറ്റിയായിരിക്കും ഓരോരുത്തർ തീരുമാനം എടുക്കുന്നത്. പക്ഷെ ചില ആളുകൾക്ക് 10 മുതൽ 15% ആളുകൾക്ക് ഈ ഒരു തിങ്കിങ് കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. എന്താണ് ഈ തിങ്കിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്? എന്റെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് എന്ത് ശരി എന്ത് തെറ്റെന്ന് ഞാൻ തന്നെ തീരുമാനിക്കുന്നതിനെയാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പം ഈ മൂന്നാമത്തെ സ്റ്റേജില് ലെവലിൽ 2 സ്റ്റേജുകൾ പറയുന്നുണ്ട്. സോഷ്യൽ കോൺട്രാക്ട് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്, യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ്. അപ്പോൾ സോഷ്യൽ കോൺട്രാക്റ്റിൽ എന്താണ് പറയുന്നത്? ദ ചൈൽഡ് ഓർ ഇൻഡിവിജ്വൽ ബിക്കംസ് അവെയർ ദാറ്റ് വൈൽ റൂൾസ് ഓർ ലോസ് മൈറ്റ് എക്സിസ്റ്റ് ഫോർ ദ ഗുഡ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ, ദർ ആർ ടൈംസ് വെൻ ദേ വിൽ വർക്ക് അഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഈ സമയത്താണ് അവർ മനസ്സിലാക്കുന്നത്, ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കുട്ടികൾ മനസ്സിലാക്കുന്നത്, ലോയും റൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും, റൂൾസും ലോയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് ഒരുപാട് പേർക്ക് നല്ലത് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കൂട്ടം ആളുകൾക്ക് ഇത് മോശം കാര്യമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് ഇത് എന്താണ് വർക്ക്ഔട്ട് ആവുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. The issues are not always clear cut. For example, in Haynes' dilemma, the protection of life is more important than breaking the law against stealing. അപ്പോൾ എപ്പോഴും ഇഷ്യൂസ് എന്ന് പറയുന്നത് ക്ലിയർ കട്ട് ആയിരിക്കില്ല. അപ്പൊ ഹെയ്ൻസ് ഡയലമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ദ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ഇസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ബ്രേക്കിംഗ് ദ ലോ അഗെയിൻസ്റ്റ് സ്റ്റീലിംഗ്. അപ്പോൾ ലൈഫിനെ സേവ് ചെയ്യുക എന്നുള്ളതാണ് ലോനെ ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റീലിങ്ങിന് അഗെയിൻസ്റ്റ് ലോനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് എന്നൊക്കെയാണ് പറയണത്. യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസിൽ എന്താണ് പറയുന്നത്? People at this stage have developed their own set of moral guidelines which may or may not fit the law. The principles apply to everyone. അതായത് ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് ആളുകൾ അവരുടേതായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് മോറൽ ഗൈഡ് ലൈൻസ്, ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു
ഒരു കൂട്ടം ആളുകൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് പറയുന്നത് അവരെ പോലെ നോക്കാനാണ് ശ്രമിക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ ഈ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ആളുകൾ അവരുടേതായിട്ടുള്ള ഒരു മോറൽ ഗൈഡ് ലൈൻസ് എനിക്ക് എൻ്റെ ശരി എന്നുള്ള രീതി അപ്പോഴത്തേനും അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. എക്സാമ്പിൾ ഹ്യൂമൻ റൈറ്റ്സ്, justice, equality. The person will be prepared to act to defend these principles even it means going against the rest of society in the process and having to pay the consequences of disapproval or the imprisonment. Kohlberg doubted few people reach this stage. അപ്പം എല്ലാവരും ഈ സ്റ്റേജിൽ എത്തുന്നില്ല, കുറച്ച് ആളുകളെ എത്തുന്നുള്ളൂ എന്നാണ് കോൾബർഗ് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടില്ല ഈ ഒരു സ്റ്റേജുകൾ ഒന്നും കൂടെ നോക്കിക്കേ. മോറൽ റീസണിങ്ങിൽ 3 പോയിന്റ്സ് ആണ് വരുന്നത്. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. ഓരോന്നും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ സി, നമ്മൾ 3 ടോപ്പിക്സ് ഇപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. വാല്യൂസ് ഓഫ് ഡെവലപ്മെന്റ്, പീരിയഡ്സ് ഓഫ് ഡെവലപ്മെന്റ്, കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്. ഈ 3 പോയിന്റ്സും ആണ് ഇപ്പം ക്ലിയർ ചെയ്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോഷ്യോ കൾച്ചറൽ ട്രഡിഷൻ, റിലിജൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ടോപ്പിക്കാണ്.